വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ എന്നാണല്ലോ. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിഗൻ എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അങ്ങനെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യാതിരുന്ന ഒരു കഥയാണ് ഇന്ന് പറയണത്. പ്രഗ്നൻസി ടൈമിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ടല്ലോ. 2022 ഏപ്രിലായിരുന്നു എനിക്ക് ആ ചടങ്ങ്. അന്നെടുത്ത ഫോട്ടോ ആണിത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് പിക്ക്. അതായത് 3 years ബിഫോർ എടുത്ത പിക്കാണിത്. ഫ്രെയിം ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടും ഏകദേശം ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എന്നാൽ ഇതിനുള്ള ഫ്രെയിം വാങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ പിക്ക് എടുത്തത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു വൈറ്റ് ഫ്രെയിമിൽ ഫ്രെയിം ചെയ്ത് വെക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് മുമ്പായിട്ട് ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്സിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനും ഓർത്തത് എൻ്റെ കയ്യിലും ഉണ്ടല്ലോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന്. അതിൽ നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാമെന്ന് വിചാരിച്ചു. ലോകത്തിലെ എംബ്രോയ്ഡറി ചെയ്യുമെങ്കിലും ഇതുപോലെ പേപ്പറിൽ ചെയ്യാൻ അത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈൻ തപ്പി കണ്ടുപിടിച്ചതാണ്. 2 months ആയിട്ട് ഡെയിലി എൻ്റെ ടു ഡു ലിസ്റ്റിലുള്ളൊരു ഐറ്റമാണിത്. പക്ഷേ ഇത് ചെയ്യുന്ന പ്രോസസ്സ് ആലോചിക്കുമ്പോൾ ഞാനത് വേണ്ടാന്ന് വെക്കും. അങ്ങനെ ഇന്നലെ ഞാൻ ഇന്നത്തേക്ക് ചെയ്യാനുള്ള ടു ഡു ലിസ്റ്റ് എഴുതി. അതിലിതുണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഇതിൻ്റെ മെയിൻ റീസൺ ആ ടാസ്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന്. ഇപ്പോൾ ഇത് പറയാൻ കാരണം രാവിലെ മുതൽ എൻ്റെ ചിന്ത ഫുള്ള് ഈ എംബ്രോയ്ഡറി ഡിസൈൻ എങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് പകരം ബോർഡർ മാത്രം ചെയ്യാനായി. ഈസി ടാസ്ക് ആണല്ലോ, അപ്പം തന്നെ ഇരുന്നു ചെയ്യാൻ തുടങ്ങുമ്പോൾ വിചാരിച്ചു 2 ഹാർട്ട് മാത്രം നമുക്ക് ഫുള്ളായിട്ടും ബാക്കി ബോർഡറും കൊടുക്കാമെന്ന്. ഒന്ന് ചെയ്തു, പക്ഷെ അത് പാളിപ്പോയി. രണ്ടാമത് ചെയ്തപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ആ കോൺഫിഡൻസിൽ ബാക്കി എല്ലാം ചെയ്തു തീർത്തു. പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ 2 മാസത്തെ എൻ്റെ കാത്തിരിപ്പിന് ഇന്ന് വിരാമം.